വാർത്തയിലേക്കാണ്. പൂരം നടത്താൻ പാറമേക്കാവ് ആഘോഷ കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. ആചാരപരമായ ചടങ്ങുകളും കുടമാറ്റവും നടത്താനാണ് തീരുമാനം. വെടിക്കെട്ട് ഒഴിവാക്കാൻ യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ടെന്നും നാളത്തെ യോഗത്തിൽ നിലപാട് അറിയിക്കുമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. മീറ്റിങ്ങിലെ തീരുമാനം എന്താ വെച്ചാൽ 2006 പാറമേക്കാവിൻ്റെ പ്രമിസസിൽ വെച്ച് ഒരു അപകടം നടക്കുകയും എന്നിട്ടും ഇവിടെ പൂരം നടത്തിയ ഒരു പ്രസിഡൻസ് ഇവിടെയുണ്ട്. അത് അധികാരികളെ ഓർമ്മിപ്പിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളത്തെ മീറ്റിങ്ങിൽ അത് പറയുന്നു എന്നാണ് പൊതുവികാരം വന്നിട്ടുള്ളത്. അവതരിപ്പിക്കും. അത് അല്ലേ അവിടെ ഇപ്പോഴും ആ കൺഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എന്തായാലും നാടിനെ നടുക്കിയ ഒരു ദുരന്തം നിലനിൽക്കെ ഇത്തരത്തിൽ പൂരം നടത്താൻ എന്നൊരു തീരുമാനത്തിലേക്ക് പാറമേക്കാവ് ആഘോഷ കമ്മിറ്റി എത്തുന്നു. ഇനി ഗവൺമെന്റിന്റെ തീരുമാനം എന്തായിരിക്കും? അതായത് വെടിക്കെട്ട് അപകടം ഉണ്ടായി, അതിലെല്ലാവർക്കും ദുഃഖമുണ്ട്. ദാരുണമായ ഒരു സംഭവമാണ്. 14 മരണങ്ങൾ ഉണ്ടായി, കുറെ പേർ ചികിത്സയിലുണ്ട്. പക്ഷേ ഈ സമാന രീതിയിൽ 2006 ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായിരുന്നു. അന്ന് പൂരം നടത്തിയ ഒരു ചരിത്രം ഉണ്ട് തൃശ്ശൂർ പൂരത്തിന്. അതേ ഒരു ആവശ്യമാണ് ഇന്ന് പാറമേക്കാവിന്റെ ഉത്സവ ആഘോഷ കമ്മിറ്റി 100ഓളം വരുന്ന ആളുകൾ ഉൾപ്പെടെ ഉള്ള ഒരു വലിയ ബൃഹത്തായ യോഗത്തിൽ പൊതുവികാരമായി ഉയർന്നത്. അതായത് വെടിക്കെട്ട് നടത്താതെ ഇത്തരം ഒരു ദാരുണ സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കി പൂരത്തിന്റെ ചടങ്ങുകൾ, കുടമാറ്റം ഉൾപ്പെടെ, തെക്കോട്ടിറക്കം ഉൾപ്പെടെ, ഇലഞ്ഞിത്തറ മേളം ഉൾപ്പെടെ, മടത്തിൽ വരവ്, പഞ്ചവാദ്യം ഉൾപ്പെടെ പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളും അതേപടി നടത്തണം എന്നൊരു ഒരു തീരുമാനത്തിലേക്കാണ് ഇന്ന് നടന്ന യോഗം. പാറമേക്കാവിന്റെ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായത്. ആ തീരുമാനം നാളെ നടക്കുന്ന ഉന്നതതല യോഗം, അതായത് കളക്ടറും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗത്തെ അറിയിക്കാനും ഈ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയ സെക്രട്ടറിയുടെ പ്രതികരണം, ജി രാജേഷ്, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത്. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ 8 മാസം, അതായത് 5-8 മാസം മുൻപ് തന്നെ ഒരു പൂരത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കും. ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. കുടമാറ്റത്തിനുള്ള കുടകൾ ഉൾപ്പെടെ എല്ലാം, ആലവട്ടം, വെഞ്ചാമരം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോ വർഷ പൂരത്തിനും പുതിയതായി നിർമ്മിക്കുന്ന ചരിത്രമാണ് തൃശ്ശൂർ പൂരത്തിനുള്ളത്. അത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിരവധി പണിക്കാർ, നിരവധി അധ്വാനം ഇതിന് പുറകിലുണ്ട്. അതിന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പൂരം നടത്തണം എന്ന് തന്നെയാണ് കമ്മിറ്റിയുടെ ഒരു തീരുമാനം. മാത്രമല്ല 3 പന്തലുകളും തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെയും പാറമേക്കാവ് വിഭാഗത്തിന്റെയും പന്തലിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. എല്ലാ ഒരുക്കങ്ങളും അതിന്റെ അവസാന പാരമ്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ദുരന്തത്തിന്റെ ദുഃഖമുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്തണം എന്നുള്ളൊരു പൊതുവികാരമാണ് ഉയർന്നതെന്നാണ് പാറമേക്കാവ് സെക്രട്ടറി ജി രാജേഷ് നമ്മളെ അറിയിച്ചത്. എന്നാൽ അതേസമയം തിരുവമ്പാടിയുടെ യോഗം ഈ സമാന രീതിയിൽ നാളെ നടക്കുന്ന ഉന്നതതല യോഗത്തെ അറിയിക്കാനുള്ള തീരുമാനം എടുക്കുന്നതിനായി തിരുവമ്പാടി ദേവസ്വത്തിന്റെ യോഗവും സമാന സമയത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യോഗം കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും തിരുവമ്പാടിയുടെ പ്രതികരണം കൂടി ഈ വിഷയത്തിൽ കാണേണ്ടതുണ്ട്. എന്താണ് തിരുവമ്പാടി ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുക എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. കാരണം തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് നിർമ്മാണ പുരയിലാണ് വലിയ സ്ഫോടനം നടന്നതും തിരുവമ്പാടി വിഭാഗത്തിന്റെ ആളുകൾ ഉൾപ്പെടെ, വെടിക്കെട്ട് പണിക്കാർ ഉൾപ്പെടെയാണ് മരണപ്പെട്ടതും. അതുകൊണ്ട് തന്നെ തിരുവമ്പാടി വിഭാഗം എന്താണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നൊരു കാര്യം കൂടി നിർണായകമാണ്. എന്തായാലും പാറമേക്കാവ് വിഭാഗം പൂരം നടത്തണം, വെടിക്കെട്ട് ഒഴിവാക്കണം. മാത്രമല്ല വെടിക്കെട്ട്, പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് നിർമ്മാണ സ്ഥലത്ത് പാലക്കാട് ജില്ലയിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. അത് ഒഴിവാക്കി ആ വെടിക്കെട്ട് സാമഗ്രികൾ പൊട്ടിച്ച് നശിപ്പിക്കുന്നതിനുള്ള ഒരു അനുമതി കൂടി സർക്കാർ തരണമെന്നുള്ളൊരു ആവശ്യം കൂടി പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിവരങ്ങളൊക്കെ നാളെ രാവിലെ തൃശ്ശൂർ കളക്ടറേറ്റിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അറിയിക്കും. അതേസമയം തിരുവമ്പാടി വിഭാഗത്തിന്റെ പ്രതികരണവും പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി വിഭാഗത്തിന്റെ തീരുമാനം, യോഗത്തിന്റെ ഈ ഫെസ്റ്റിവൽ ആഘോഷ കമ്മിറ്റിയുടെ തീരുമാനവും അതിന് നിർണായകമാണ്. തിരുവമ്പാടി വിഭാഗം ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നിർണായകമാണ്. അത് വരും സമയങ്ങളിൽ നമുക്ക് ആ ഒരു തീരുമാനം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. കാർത്തു. ശരി, വ്യക്തമാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.